കൊച്ചിനൊന്ന് കണ്ടിട്ട്. ഇതാരെ കുക്കി തന്നെയല്ലേ? എന്തൊക്കെയുണ്ട് ചേട്ടാ, സുഖമല്ലേ? ഓ, ഇത്രയും നാള് സുഖിച്ചായിരുന്നു ജീവിച്ചത്. ഇപ്പൊ എന്താന്നല്ല, സ്വല്പ സുഖം പോയിന്ന് തോന്നുന്നു. ഓഹോ, അങ്ങനെയാണോ? ഓ, എന്റെ അനിയത്തി ബാംഗ്ലൂർ പഠിക്കാനാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. വേറെ ആരെയോ പോലെ തിരിച്ചു വന്നിട്ടുണ്ട്. എന്താണ്, പോയ പോലെ ഒന്നല്ലല്ലോ തിരിച്ചു വന്നിരിക്കുന്നത്. ഓ, അതാണോ? അത് പിന്നെ ഇച്ചിരി ഫാഷൻ ആകാനങ്ങ് വിചാരിച്ചു. പിന്നെ നമ്മളായിട്ട് എന്തിനത്ര കുറയ്ക്കുന്നേ? അപ്പൊ പിന്നെ ചെറുതായിട്ട് മുടിയൊക്കെ ഒന്ന് വെട്ടിയൊന്ന് വെച്ചായി. പിന്നെ ഡ്രസ്സിംഗ് ഒക്കെ ഒന്ന് മാറ്റി. അത് എന്താക്കുള്ളില്ലേ? പറ, രസമില്ലേ? ആ, വലിയ കുഴപ്പമില്ല. എന്റെ അനിയത്തിയാന്നൊക്കെ പറയാൻ കൊള്ളാം. ഓ, സന്തോഷം. നിന്റെ വായിന്ന് എനിക്ക് ഇതെങ്കിലും കേൾക്കാൻ പറ്റിയല്ലോ. ഞാൻ സംതൃപ്തിയായി. ആ, അല്ലെങ്കിലും നീ ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ എന്ന് എനിക്കറിയാം. പിന്നെ കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അസൂയക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല മോനെ. എന്താണ് കുക്കിമോളെ, നീ ഹോബി ആന്റിനെ കണ്ടില്ലേടി? അതെന്താ ഹോബി ആന്റി അങ്ങനെ പറഞ്ഞത്? ഞാൻ ഹോബി ആന്റിനെയും കൂടി മിസ് ചെയ്തോണ്ടല്ലേ പെട്ടെന്ന് ഇങ്ങ് പോകുന്നത്. മമ്മി, ഞാൻ മുകളിലേക്ക് പോവാ. എനിക്ക് ഭയങ്കര ക്ഷീണം. അപ്പൊ നീ ഫുഡ് കഴിക്കുന്നില്ലേ? ഫുഡെല്ലാം ആയി, വന്നിട്ട് കഴിച്ചിട്ട് പോയി കിടന്നാ മതി. വേണ്ട മമ്മി, ഞാൻ മടുത്തു. എനിക്ക് നല്ല ക്ഷീണം. ഒന്ന് ഉറങ്ങണം. ഉറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് കഴിച്ചോളാം. എല്ലാം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചോളൂ കേട്ടോ. അതെ, ഈ പെട്ടിയൊക്കെ പുറത്തു വെച്ച് കഴിഞ്ഞാൽ ആരെടുത്തിട്ട് വരുന്ന നീ വിചാരിച്ചിരിക്കുന്നത്? ഓ, അത് ഞാനങ്ങ് മറന്നു. നീ ഒരു കാര്യം ചെയ്യും, അതിന്റെ റൂമിലേക്ക് ഒന്ന് കൊണ്ടുവയ്ക്കാൻ കേട്ടോ. ബൈ. ഓ, വന്ന ഉടനെ അവള് വരണം തുടങ്ങിയല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ എടുത്തു വെക്കത്തില്ലാന്ന്. എടി കേട്ടില്ലേ, ഞാൻ എടുത്തു വെക്കില്ലാന്ന്. നിക്കടി അവിടെ. ആ, ഗുഡ് മോർണിംഗ്. ആ, ഗുഡ് മോർണിംഗ്. ഓ, അവള് വന്നതിന്റെ സന്തോഷം നിന്റെ മുഖത്താകെ പ്രകാശിക്കുന്നുണ്ടല്ലോ. ഭയങ്കര സന്തോഷത്തിലാണോ? ഒന്ന് പോടാ, അത്രയ്ക്കൊന്നുമില്ല. എന്നാലും ഹാപ്പിയാണ് ഞാൻ. പക്ഷെ അവൾ എന്നോട് അങ്ങനെ സംസാരിക്കാൻ അങ്ങനെ കൂട്ടാക്കാത്തതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നം. നീ ഇതുവരെ അവളുടെ അടുത്ത് പോയില്ലേ? അവൾ നിന്നോട് സംസാരിച്ചതേ ഇല്ല? ഇല്ലെന്നേ, ഇതുവരെ സംസാരിച്ചില്ല. അവളെന്നെ കണ്ടായിരുന്നു, പക്ഷെ എന്നെ മൈൻഡ് ആക്കിയില്ല. ആ, പിന്നെ ഞാൻ വിചാരിച്ചു അവൾ വന്നല്ലേ ഉള്ളൂ, റെസ്റ്റ് എടുക്കട്ടെ, ഇനി സമയമുണ്ടല്ലോ. ആ, അത് ശരിയാ, അവൾ ഇന്നലെ വന്നതല്ലേ ഉള്ളൂ, റെസ്റ്റ് എടുക്കട്ടെ, ഇനി സമയമുണ്ട്, നമുക്ക് സംസാരിക്കാന്നേ. ഇനി നിന്നോട് അവൾ സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിലും ഞാൻ ഇവിടെ ഇല്ലേ, നമുക്കെല്ലാം സെറ്റ് ആക്കാടാ. ആ, എനിക്ക് പോകാൻ സമയം, ഞാനെന്നാ ഇറങ്ങുക. എടാ, ഞാൻ പോയി. കുക്കി, വന്നിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ. ഓക്കെ. പോകുവാണോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഇന്നലെ വന്നല്ലേ ഇടാവുള്ളൂ. നീ എപ്പോഴേക്കും പോവാന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? എനിക്ക് എന്തൊക്കെ കഥ നിന്നോട് പറയാനുണ്ടെന്നറിയാം. പോയ വിശേഷങ്ങളൊക്കെ പറയാന്ന് വിചാരിച്ച് ഞാൻ നിന്നപ്പോ നീ അപ്പോഴേക്ക് ജോലിക്ക് പോവാന്ന് പറയണോ? നിനക്ക് എന്നെക്കാളും വലുതാണോ ജോലി, വേലയും കൂലിയൊക്കെ? ഞാൻ നിന്റെ ഒരു അനിയത്തിയല്ലേ. നീ എന്തായാലും ലീവ് എടുക്കണ്ടായിരുന്നോ? നീ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റയായി പോവില്ലേടാ. യൂങ്കി അവള് കോളേജിൽ പോകും, ക്ലാസ് മുടക്കാൻ പറ്റത്തില്ല. നീയും പോവും, പിന്നെ ഞാൻ ഒറ്റയ്ക്കാവില്ലേടാ വീട്ടില്. ഓ, എന്റെ മോളെ, നീ ഒന്ന് ശ്വാസം വിടടി. എനിക്ക് എന്തായാലും ഇന്ന് ലീവ് എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ലീവ് എടുക്കാതിരുന്നത്. ഞാൻ നാളെ ലീവ് എടുക്കാം. ഇന്ന് എന്തായാലും ചേട്ടൻ പോവാ. ബൈ.
ഇയാൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലെന്നാ തോന്നുന്നു. എന്ത് കഷ്ടമാ ഇത്. ഓ, ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. ഞാൻ ചത്തോ ജീവിച്ചോ എന്നും കൂടി അയാൾക്ക് അറിയണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിവിടെ മല പോലെ വന്ന് നിൽക്കുന്നത് അയാളൊന്നും നോക്കുന്ന വരില്ല. കോഫി അങ്ങ് കുടിച്ചിട്ട് അങ്ങോട്ട് മരിക്കില്ലേ. എന്നോടൊന്ന് സംസാരിച്ചെന്ന് വെച്ചാൽ ഇയാൾക്ക് എന്തോ ഒരു കുഴപ്പമുള്ളത്. ഒന്നുകിൽ ഞാൻ ലീവിന് വിടാനാ. എന്നോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചൂടെ? സുഖമാണോ, അവിടെ എങ്ങനെയുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തൊക്കെ ചോദിച്ചൂടെ? എന്ത് മനുഷ്യൻ ഇയാള്. ഓ, ഏത് കാലത്താണോ എനിക്ക് ഇയാളെ സ്നേഹിക്കാൻ തോന്നിയത്. ഓ, ഒരു കുത്തു വെച്ച് കൊടുക്കാൻ തോന്നി എനിക്ക്. അയ്യോ, അയാൾ ഇങ്ങോട്ടാണല്ലോ നോക്കുന്നത്. അല്ലെങ്കിൽ ഞാനെന്തിനാ മേടിക്കുന്നു? അയാൾ പണ്ടത്തെ പോലെ എന്റെ ചോറൊന്നുമില്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് നോക്കും. പിന്നെ ഇയാളെ നോക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ ഇയാളെ പണ്ടേ വിട്ടതാ. എനിക്ക് ഒരു സ്നേഹവും ഇല്ല ഇയാളോട്. കുക്കി, നിനക്ക് കോഫി വേണോ? നോ, വേണ്ട. ഓക്കെ. ഇയാളെന്താ ഇപ്പൊ എന്നോട് കോഫി വേണമെന്നൊക്കെ ചോദിക്കുന്നത്? തലയ്ക്ക് വല്ല അടി ഏറ്റിട്ടുണ്ടാവും. അതാ. അല്ലാതെ ഇങ്ങനെ സംഭവിക്കാൻ ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല. ഓ മൈ ഗോഡ്, ഇയാള് വല്ല പരസ്യത്തിൽ അഭിനയിക്കുവാണോ? സാധാ പോലെ വെള്ളം കുടിച്ചാൽ പോരെ. ഇതൊരു മാതിരി സീരിയസിലുണ്ടാവുന്ന ഹോട്ട് നായകന്മാരെ പോലെ കുടിക്കേണ്ട ആവശ്യമുണ്ടോ? കുക്കി, കൺട്രോൾ ചെയ്യാ സാർ. നീ അങ്ങനെ വിട്ടതാ, പിന്നെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏയ്, ഒന്ന് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലേ? അയ്യോ വേണ്ട, നോക്കരുത് നോക്കരുത് നോക്കരുത്. നോക്കില്ല, ഞാൻ ചത്താലും ഞാൻ നോക്കില്ല. കുക്കി, ഞാൻ കോളേജിലേക്ക് പോവാ. ബൈ. എന്റെ ദൈവമേ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇനി ഞാൻ ഉറങ്ങാൻ പറ്റുവാണോ? ഏയ് അല്ല. എന്നാലും അയാള് എന്തിനാണ് കോഫി വേണമെന്ന് ചോദിച്ചത്? സാധാരണ ആരും ചോദിക്കാറില്ല. ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നോട്. ഒരു ഗ്ലാസ് വെള്ളം വേണോന്ന് വരെ ചോദിച്ചിട്ടില്ല ആ മനുഷ്യൻ. എന്നിട്ട് ഇപ്പൊ കോഫി വേണോന്ന് ചോദിച്ചിട്ട് വെറുതെ കോളേജിൽ പോകുമ്പോ കുക്കി ഞാൻ പോകുക. എനിക്കറിയാൻ പാടില്ല, പിന്നെ അതിനാരൊക്കെ പറഞ്ഞു. എന്തായാലും അതെല്ലാം വിട്ട് കുറച്ച് സമയം മനസ്സമാധാനായിട്ട് TV കണ്ടിരിക്കാം. കുക്കി, നീ എവിടെയാ? എന്താ മമ്മി? ഞാനിവിടെ TV കണ്ടോണ്ടിരിക്കുക. എന്താ കാര്യം? നീ എന്തായാലും ചുമ്മാ TV കണ്ട് ഇവിടെ ഇരിക്കുവല്ലേ? വിമോൻ എന്തോ ഇവിടെ ഫയൽ എന്തോ മറന്നുപോയി. നീ അതുകൊണ്ട് അവനൊന്ന് അതെടുത്തിട്ട് കോളേജിലൊന്ന് കൊണ്ടുപോയി കൊടുക്കടി. പിന്നെ ഞാനും കൊണ്ടുപോയി കൊടുക്കത്തില്ല. ഇവിടെ വേറെ ആരും ഇല്ലേ? പിന്നെ ഞാനിവിടെ ലീവിന് വന്നത് ഇവിടെ ചുമ്മാ റെസ്റ്റ് എടുത്തിരിക്കാനാ, അല്ലാതെ അയാൾ വിളിക്കുന്ന സമയത്ത് പോകാനുള്ള ഒന്നല്ല. പിന്നെ എനിക്ക് വയ്യ അങ്ങനെ പോകാനൊന്നും. ഇനി വണ്ടിയൊന്നുമില്ല, ബസ്സൊക്കെ പിടിച്ച് ഞാൻ പോകണം അങ്ങോട്ട്. എന്നെ കൊണ്ട് വയ്യ മമ്മി. അത് നീ എങ്ങനെ പറഞ്ഞാൽ ശരിയാവുന്ന എങ്ങനെയാ? നീ മാത്രമല്ലേ ഇവിടെ ഉള്ളു കൊണ്ട് കൊടുക്കാൻ? ആരാ ഇവിടെ വേറെ ഉള്ളത്? പിന്നെ ആരാ ഹോബി ആൻറ്റി കൊണ്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്? പിന്നെ ഞാൻ പോകണോ? നീ പോയേ പറ്റത്തുള്ളൂ. പിന്നെ ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് അവൻ വിളിക്കുന്ന സമയത്ത് നിനക്കെന്തൊന്ന് കൊണ്ടു കൊടുത്താല്? മമ്മി പ്ലീസ് മമ്മി, നീ എന്നെ കൊണ്ട് വയ്യേ പോവാൻ. ഞാൻ മടുത്തു. എനിക്ക് ഭയങ്കര ക്ഷീണോ മമ്മി. അവനെ വിളിച്ച് ജിമ്മീനെ വിളിച്ചിട്ട് കൊണ്ടു കൊടുക്കാൻ പറ. അവൻ വന്നിട്ട് കൊണ്ടു കൊടുത്തോട്ടെ. എനിക്ക് വയ്യ. പിന്നെ ഞാൻ ഈ ഫയലിന് വേണ്ടിയിട്ട് ഞാനിനി ജോലിക്ക് പോയിക്കുന്ന എൻ്റെ കൊച്ചിനെ വിളിച്ച് വരുത്തിയിട്ട് ഇനി അവനെ കൊണ്ട് കൊടുക്കണം. നിനക്ക് കൊണ്ട് കൊടുത്താൽ പോരെ? ഒരുമാതിരി പിള്ളേരെ പോലെ ചിണിങ്ങി കളിക്കല്ലേടി. കുക്കി, നീ ഒന്ന് പെട്ടെന്ന് നോക്കെ, അവനവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ചെല്ല് പെട്ടെന്ന് ഡ്രസ്സ് മാറി ചെല്ല്. ഓക്കെ, ഞാൻ പോവാ. ഇനി അതിന് ചുമ്മാ പറഞ്ഞോണ്ടിരിക്കണ്ട. ഞാൻ പോവാ തന്നെ, പോവാ. ഓ, ഇയാളിത് എവിടെയാണോ കൊണ്ടുവച്ചിരിക്കണാവോ? എവിടെയാ? കിട്ടിപ്പോയി. ഓ, അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും കോളേജിൽ. ഓ, വലിയ
മാറ്റമൊന്നും ഇല്ലല്ലോ. ഓഹോ, എന്ത് നല്ല കാഴ്ച. കോളേജുകളിൽ തന്നെ ഇയാൾക്കൊരു മാറ്റം വന്നിട്ടില്ല. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പിള്ളേർക്കും അല്ലാത്ത പിള്ളേർക്കും എല്ലാവർക്കും ഇങ്ങനെ കാണുമ്പോൾ ഇത്ര സംശയം കൂടുതലാണ്. എന്നാൽ ഇങ്ങനെക്കിട്ടൊക്കെ അറിയാം ഇത് ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ വായി നോക്കിയിട്ടാണ് വരുന്നത്. എല്ലാം അറിഞ്ഞാലും അയാൾ സംശയം തീർക്കാൻ നിൽക്കുക. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാനെന്തിനാ ഇതൊക്കെ നോക്കുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ഫയൽ കൊടുക്കുന്നു, നേരെ തിരിച്ചു വീട്ടിൽ പോകുന്നു, ടി വി കാണുന്നു, ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. ആരാ സാറേ അത്? കുറെ സമയമെല്ലാം നോക്കുന്നു. സാറിന് അറിയാന്ന് വെച്ചാ? അതെ. സാറിന്റെ ഗേൾഫ്രണ്ട് ഒന്നും അല്ലല്ലോ അല്ലേ ആ കൊച്ച്? ഏയ് അല്ല, ഗേൾഫ്രണ്ട് ഒന്നും അല്ല. ഞാൻ കല്യാണം കഴിക്കാൻ വന്ന കൊച്ചാ. സാറിന്റെ കല്യാണം ഫിക്സ് ചെയ്താ? ചുമ്മാ സാറ് തമാശ പറയാറില്ലേ? ശരിക്കും സാറിന്റെ മാരേജ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ലല്ലോ. വേണമെങ്കിൽ വിശ്വസിക്കാം, വേണമെങ്കിൽ വിശ്വസിക്കണ്ട. എന്തായാലും ഞങ്ങൾ ഡൗട്ട്സ് എല്ലാം കഴിഞ്ഞില്ലേ? എന്നാ ക്ലാസ്സിൽ കയറി പോക്കോ. ഓക്കേ സാർ. അതാ ഫയല് മമ്മി പറഞ്ഞോണ്ട് കൊണ്ടു തന്നത്. എന്നാ ശരി, ഞാൻ പോവാ. കുക്കി, നീ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേ. ഞാൻ ഈ ഫയലൊന്ന് കൊണ്ടു കൊടുത്തിട്ട് പെട്ടെന്ന് വരാം. ഞാനെന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? ഞാനങ്ങ് വെയിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ വീട്ടിൽ പോവാ. ഓ, ഇവളുടെ ഒരു കാര്യം. ഓക്കെ, എന്നാ നീ എന്റെ കൂടെ വാ. എങ്ങോട്ടേക്ക് വരാൻ? നീയല്ലേ പറഞ്ഞത് നിനക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് എന്റെ കൂടെ ഇങ്ങ് വാ. എന്തിനാ? അതൊക്കെയുണ്ട്, നീ എന്റെ കൂടെ ഇങ്ങ് വന്നാ മതി.